പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ ഒരിക്കലും അത് ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ ഈ ഭൂമിയിൽ ഈശോ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ മാധ്യസ്ഥതയാലാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈശോ വെള്ളം വീഞ്ഞാക്കി ആ കുടുംബത്തെ വളരെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചത്. അമ്മേ മാതാവേ, എല്ലാവിധ സങ്കടങ്ങളിലും ദുഃഖത്തിലും വേദനയിലും പ്രയാസങ്ങളിലും കഴിയുന്ന ഞങ്ങളുടെ ജീവിതത്തിനു വേണ്ടിയും അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോനാഥ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ അലിവായിരിക്കണമേ. 2 or 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ എഴുന്നള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ, അങ്ങും ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും നികത്തി തരയണമേ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷയെന്ന് ഉദ്ഘോഷിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ. അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാനും അങ്ങേ പുത്രൻ്റെ പൊന്മുഖം കാണുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മേ മാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. കടബാധ്യതയാൽ പ്രയാസപ്പെടുന്ന മക്കൾക്ക് കടങ്ങൾ തീർക്കുവാൻ അമ്മ സഹായിക്കണമേ. അമ്മേ മാതാവേ, രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാട്ടണമേ. അനേകം മക്കളുടെ മുമ്പിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു. അമ്മേ മാതാവേ, ഇന്നുവരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശപ്പെട്ടു പോയിട്ടില്ലല്ലോ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളണമേ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയത്തിൽ വന്ന് വാഴണമേ. അമ്മേ മാതാവേ, ഞങ്ങളെല്ലാവരും പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാവിധ അന്ധകാര ശക്തികളും ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരെ ഓപ്പറേഷൻ ചെയ്യുന്ന വേളകളിൽ അമ്മ അവരുടെ സമീപത്തായിരിക്കണമേ. വൈദ്യന്മാരിലൂടെ അമ്മ പ്രവർത്തിക്കണമേ. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുപ്പാനുള്ള ശക്തി അമ്മ അവർക്ക് കൊടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ബയോപ്സി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് കേൾക്കുവാൻ തക്കവിധം അമ്മ ഇടയാക്കണമേ. അമ്മേ മാതാവേ, ഓരോ മക്കളുടെയും തല മുതൽ ഉള്ളം കാലുവരെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അമ്മേ മാതാവേ, ദുഷ്ടന്റെ പിടിയിൽ നിന്നും ഞങ്ങളെ അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ. അമ്മേ മാതാവേ, വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്കവിധമുള്ള എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കണമേ. ആരുടെ മുമ്പിൽ തളർന്നു പോകുവാനോ കളിയാക്കപ്പെടുവാനോ അമ്മ വിട്ടുകൊടുക്കരുതേ. നിന്നിൽ വിശ്വസിച്ച് ആശ്രയിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ. എല്ലാ മക്കളുടെയും ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലേക്ക് വരുവാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അതിവേഗം ആ ദേവാലയത്തിൽ എത്തുവാനും അമ്മയെ കാണുവാനും അമ്മയുടെ സന്നിധിയിരുന്ന് പ്രാർത്ഥിപ്പാനും അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ആ മക്കളെ അമ്മ ഇടയാക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ പോക്കിലും
വരവിലും വഴിവാഹനങ്ങളിലും യാത്രാമധ്യത്തിലുമെല്ലാം അമ്മ അവർക്ക് മുൻപേ സഞ്ചരിച്ച് അവർക്ക് വഴികാട്ടിയായി കാവലായി കൂടെ ഇരിക്കണമേ. അവരുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുടുംബജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ. ഉയർന്ന വിദ്യാഭ്യാസം നേടുവാൻ തക്കവിധം അമ്മ അവരെ യോഗ്യരാക്കണമേ. കുഞ്ഞുങ്ങൾക്ക് ഉപരിപഠനത്തിന് സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. അവരുടെ എല്ലാവരുടെയും കുറവുകൾ നികത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോൺ അടയ്ക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ കടങ്ങൾക്ക് ഇളവ് കൊടുക്കണമേ. അമ്മേ മാതാവേ, അതിവേഗം അടച്ചു തീർക്കുവാനുള്ള വഴികൾ അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മദ്യപാനികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവേ, മദ്യത്തിൽ അകപ്പെട്ടു പോയ ആ മക്കളെ അമ്മ തിരികെ കൊണ്ടുവരണമേ. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മ അവരെ പഠിപ്പിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും ഈ ലോകമുഖ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. എല്ലാവർക്കും കാവലും സംരക്ഷണവും നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം കാണുന്ന അമ്മേ, മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങൾക്ക് സംരക്ഷകയായി കൂടെ നിൽക്കണമേ. എപ്പോഴും ഞങ്ങൾക്ക് തുണയായിട്ടിരിക്കണമേ. തിരുകുമാരനോട് അമ്മ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.